ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിലെ പണം നഷ്ടപ്പെട്ട പാവങ്ങൾ വളരെ കഷ്ടത്തിലാണ്. എന്നാൽ അവർ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു 6 മാസം മുമ്പേ തന്നെ ആ, മനസ്സിലാക്കിയതാണ് മട്ടന്നൂരുള്ള രാജാട്ടൻ്റെയൊക്കെ വിഷമം. അദ്ദേഹത്തിൻ്റെ മകളുടെ ചികിത്സ, അതുപോലെ തന്നെ മറ്റൊരു മകളുടെ പഠനാവശ്യം, ഇദ്ദേഹത്തിൻ്റെ ലോണ്, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഒരു ആശ്വാസം കണ്ടെത്തുമെന്ന് ലീഡർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഭാരിച്ച തുക ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. അങ്ങനെ ലോൺ എടുത്ത പാട് തന്നെ കമ്പനി പൂട്ടുകയും ചെയ്തു, മണി ചെയിൻ പിടിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ടും ഇവർ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാൻ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ പോലും ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത്, ലീഡർമാർ തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത് 8 കോടിയാണോ 10 കോടിയാണോ കൈക്കൂലി നൽകാൻ വേണ്ടി പിരിച്ചത് എന്നതിലാണ് തർക്കം. 8 എന്ന് ചിലർ പറയുന്നു, അല്ല 10 ആണെന്ന് ചിലർ പറയുന്നു. എന്നിട്ട് എന്ത് കാര്യം? അതിൽ നിന്നും ചില ആൾക്കാർ കൈയിട്ട് വാരി കോടികൾ സമ്പാദിച്ചു. 3000 രൂപ ദിവസം റെൻ്റുള്ള ഹോട്ടലുകളിൽ അർമാദിച്ചു എന്നല്ലാതെ എന്താണ് മെച്ചം? ആ സമയത്ത് ഇതുപോലെ 5-10 ലക്ഷങ്ങൾ കടങ്ങളായിട്ടുള്ള ആൾക്കാരെ ഇവർക്ക് സഹായിച്ചു കൂടായിരുന്നോ? ഇവർ പറഞ്ഞിരുന്നത് 1 രൂപ എടുത്തു കഴിഞ്ഞാൽ 1,80,00,000 രൂപയാവുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. എല്ലാവരും 1 രൂപ എടുത്തു കഴിഞ്ഞാൽ 1,80,00,000 രൂപയാവും. എന്നിട്ട് ഇവർ ആരെ സഹായിച്ചു? ശ്രീമതി ശ്രീനാ പ്രതാപൻ തന്നെ പറയുന്നത് വെറും 2 പേരെയാണ് സഹായിച്ചത് എന്നാണ്. ഒന്ന് വയനാടുള്ള ഒരു സ്ത്രീയെയും മറ്റൊന്ന് ജിനിലിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ത്രീയെയും മാത്രമാണ് സഹായിച്ചത് എന്നാണ്. അതല്ല, ഒരുപാട് ആൾക്കാരെ ഇവർക്ക് ഭീഷണിയാവുമെന്ന് കരുതുന്നവരെയൊക്കെ ഇവർ സഹായിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരെയും ഇവർ അടിമകളാക്കി വച്ചിരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തളച്ചിട്ടിരിക്കുകയാണ്. അവരുടെ നാവുകൾ അരിഞ്ഞിട്ടിരിക്കുകയാണ്. അവർ കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. അവർക്ക് ആരോടും തന്നെ അവർക്ക് ആ ഗ്രൂപ്പുകളിൽ തന്നെ പരാതി പറയാനുള്ള അവസരം ഇവർ നിഷേധിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് പരാതി കൊടുക്കാൻ സാധിക്കുന്നില്ല, ഇവരുടെ പരിഭവം പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഇത് ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് അറിയും, അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിലേക്ക് എങ്ങനെ ഇതെത്തും? ഇവർ ഒരു പരാതിയും കൊടുക്കുന്നില്ല. ഇവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല, ജില്ലാ കലക്ടറെ കാണാൻ പോകുന്നില്ല, ബഡ്സ് അതോറിറ്റിക്ക് കത്ത് എഴുതുന്നില്ല. ഇവർ ആകെ ഇവരുടെ വിഷമങ്ങൾ പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഇവർക്ക് അനുവദനീയമായ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ്. അവിടെ ഇവരെ പുച്ഛിക്കുകയാണ്. നമ്മളല്ല, ഗവൺമെൻറ്റാണ് എല്ലാം ചെയ്തത്, നമ്മുടെ കമ്പനി തങ്കപ്പെട്ട കമ്പനിയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇനിയും ഒരു വർഷത്തിന് ശേഷവും ഇവർക്ക് ആ ഒരു അടിമത്തത്തിൽ നിന്ന് മോചിതരാവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രതാപിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ 2000 മുതൽ തന്നെ ഈ മണി ചെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രതാപൻ എന്ന് പറയുന്നത്. 2010 തന്നെ പിടിക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജയിലിൽ കിടന്ന ഒരാളാണ്. ഒരുപാട് ആൾക്കാർക്ക് പ്രതാപൻ ആരാണ് എന്ന് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. പക്ഷേങ്കിൽ അവർക്കും തന്നെ പറയാൻ സാധിക്കുന്നില്ല. അവരുടെ പണം കുടുങ്ങിക്കിടക്കുകയാണ്, അവരുടെ ലീഡർമാർ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഒറ്റൊരു വഴിയേ ഉള്ളൂ. ഇത് ബഡ്സ് ആക്ട് ആണ്. ബഡ്സ് ആക്ടിൽ പരാതിക്കാർ മുന്നോട്ട് വരണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ സ്പീഡായി നടക്കുകയുള്ളൂ. നിങ്ങൾ പണമുണ്ടാക്കിയ ലീഡർമാരെ ഇനിയും വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും, നിങ്ങളുടെ 5 പൈസ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ എന്തിനാണ് നിങ്ങൾക്ക് ഒരു കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം, അല്ലെങ്കിൽ കലക്ടറെ നേരിട്ട് കണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയാം. നിങ്ങൾ
നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് അതിൽ നിന്ന് പണം ലഭിക്കുന്നതാണ്. പക്ഷെങ്കിൽ നിങ്ങളെ അതിനൊന്നും സമ്മതിക്കുന്നില്ല ലീഡർമാരെന്നാണ്. ഇനിയെങ്കിലും മനസ്സിലാവുക, ലീഡർമാരുടെ ചതി നിങ്ങൾക്കെതിരെ അവർ ഗൂഢാലോചന നടത്തുകയാണ് എന്നുള്ളതാണ്. എവിടെ പോയി കോടികൾ ഉണ്ടാക്കിയ ലീഡർമാർ എവിടെ പോയി? അവർക്കറിയാം ഇതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വിഷമങ്ങൾ കേൾക്കേണ്ടിയും അതിന് പരിഹാരം കാണേണ്ട അവസ്ഥ വരും. എന്നാൽ ഇതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇവർക്കിതൊന്നും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജില്ലാ കളക്ടറെ, നിങ്ങളെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇതിനുള്ള പരാതികൾ നൽകുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം. ഏക പരിഹാരം ഇത് തന്നെയാണ്. രാജാട്ടനെ പോലെയുള്ളവർ നിർബന്ധമായും അതിന് സമയം കണ്ടെത്തുകയും ഇത്തരം നടപടികളിലേക്ക് കടക്കുകയും വേണം. എന്നാൽ മാത്രമേ അധികാരികളും അത് ഗൗരവത്തോടെ കണക്കിലെടുത്ത് ഇതിൻ്റെ നടപടികൾ ചെയ്യുകയുള്ളൂ. മറ്റൊന്ന് പറയാനുള്ളത്, നമുക്കറിയാം കുട്ടികളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, കുട്ടികൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരാളാണ് ശ്രീനാഥ് പ്രതാപൻ എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇത്തരം പാവപ്പെട്ട മനുഷ്യന്മാരുടെ, ഞാനത് ഉപയോഗിക്കാറില്ല എങ്കിലും ഈ കണ്ണീരും അവരുടെ വിഷമങ്ങളും നിങ്ങളെ ഒരിക്കലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ ജീവിക്കുന്ന, നിങ്ങൾ ചെലവഴിക്കുന്ന 1 രൂപയെ പോലും ഇവരുടെ പാവപ്പെട്ടവരുടെ പൈസയാണ് എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ കേസ് കൊടുത്ത് അപ്പീൽ പോയി ഈ പാവങ്ങൾക്ക് ദുരിതപൂർവമായ ജീവിതം സമ്മാനിക്കുകയാണ്. നിങ്ങളെന്ന് ഈ നിയമത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങളിത് കേസ് കൊടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്. ഒരിക്കലും നിങ്ങൾക്ക് ഈ തട്ടിപ്പിൽ നിന്ന് പ്രതാപൻ ആരാണെന്ന് കോടതിക്കും സമൂഹത്തിനും എല്ലാവർക്കും അറിയാം. നിങ്ങൾ തന്നെ സമ്മതിച്ചതുമാണ്. പ്രതാപൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതാപൻ ജയിലിൽ കിടക്കട്ടെ എന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. പ്രതാപൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിരവധി സ്ട്രോങ് എവിഡൻസ് കോടതിയുടെ മുമ്പാകെയുണ്ട്, EDയുടെ മുമ്പാകെയുണ്ട്. എന്നിട്ടും നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി, നിങ്ങളുടെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി അപ്പീലിൻ്റെ മുകളിൽ അപ്പീലും പോയി കളിക്കുകയാണ്. ഇത് എന്ന് അവസാനിക്കുമോ അന്ന് മാത്രമേ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരും തന്നെ ഇനി കാത്തു നിൽക്കരുത്. നടപടികളിലേക്ക്, എന്താണോ നിയമപ്രകാരമുള്ള നടപടികൾ അതിലേക്ക് കടക്കുക മാത്രമാണ് പോംവഴി എന്ന് ഓർമ്മിപ്പിക്കുന്നു. ബൈ.